ഹായ് ഫ്രണ്ട്സ്, ഡിഗ്രി പ്രിലിംസിന്റെ ഒക്ടോബർ 26 നടന്ന 2022 ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ പറയുന്നത്. ഡീറ്റെയിൽ ഡിസ്കഷൻ നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ക്ലാസ്സുകളിൽ ആരംഭിക്കാം. താഴെ തന്നിരിക്കുന്ന യുദ്ധങ്ങളിൽ ഏതാണ് ശരിയായി ചേരാത്തത്? ഹൽദിഘാട്ടി യുദ്ധമാണ് 1581. ഇത് നിലവിൽ ഒട്ടനവധി ഇതുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് കൂടി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഹൽദിഘാട്ടി യുദ്ധം ആരാണ് വിജയിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു യുദ്ധം, ചരിത്രത്തിന്റെ പഴയ കാര്യമാണെങ്കിൽ പോലും അതിന്റെ മുകളിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. താഴെ പറയുന്നത് കാലഗണന പ്രകാരം എഴുതുക. റൗലറ്റ് ആക്ട്, പൂന ഉടമ്പടി, ബംഗാൾ വിഭജനം, ലക്നൗ ഉടമ്പടി. PSC പഠിക്കുമ്പോൾ എത്ര ഡീപ്പായി പഠിക്കണം എന്നുള്ളതാണ് ഈ ചോദ്യങ്ങളൊക്കെ കാണുന്നത്. ഇതൊക്കെ ഇന്ത്യ വിഭജനം, ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള ബ്രിട്ടീഷുകാരുടെ ഒട്ടനവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ വന്ന സംഭവങ്ങളൊക്കെ തന്നെ. ഇതിൽ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. 3, 4, 1, 2, അതായത് ബംഗാൾ വിഭജനം, ലക്നൗ ഉടമ്പടി, അതുപോലെ തന്നെ റൗലറ്റ് ആക്ട്, പൂന ഉടമ്പടി. അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. താഴെ പറയുന്നവ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിൽ നമുക്ക് കറക്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. 1773 റെഗുലേറ്റിംഗ് ആക്ട്, മയോ, സബ്സിഡിയറി അലിയൻസ് സിസ്റ്റം, വെല്ലസ്ലി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്, ഓഗസ്റ്റ് ഓഫർ, ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതിലെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3ന്റെ കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. 1 ഡി, 2 സി, 3 എ, 4 ബി ആണ്. അതായത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് 1773 റെഗുലേറ്റിംഗ് ആക്ട്, കമ്പനി ഭരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ആക്ട് ആണ്. ഒന്നാമത്തേത് ഡി ആണ്. അന്നത്തെ ഗവർണർ ജനറൽ, അതിന്റെ ഭാഗമായിട്ട് ഗവർണർ ജനറലായി വന്നത് വാരൻ ഹേസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ 2 സി സബ്സിഡിയറി അലിയൻസ് സിസ്റ്റം, അല്ലെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട ആൻസർ സബ്സിഡിയറി അലിയൻസ് സിസ്റ്റം കൊണ്ടുവരുന്നത് വെല്ലസ്ലി ആണ്. മൂന്നാമത്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്, മൂന്നാമത്തേത് വരുന്നത് മയോ ആണ്. നാലാമത്തത് ഓഗസ്റ്റ് ഓഫർ, നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. അത് ലിത്തിക്കോ പ്രഭുവാണ് അതിന്റെ ആൻസർ. അടുത്തത് 4 വാഴ്സ ഉടമ്പടി നിലവിൽ വന്നത്. വാഴ്സ ഉടമ്പടി നിലവിൽ വന്നത് 1955 4 ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം പട്ടിക 1ഉം 2ഉം ചേർക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ഓപ്ഷൻ എ ആണ്. കറക്റ്റ് ഓപ്ഷൻ എ ആണ്. അതായത് ഒന്നാമത്തേത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി സ്ത്രീവിദ്യാ പോഷിണി, രണ്ടാമത്തേത് ശ്രീനാരായണ ഗുരു ദൈവദശകം, മൂന്നാമത്തേത് ചട്ടമ്പി സ്വാമികൾ അദ്വൈത ചിന്താ പദ്ധതി, നാലാമത്തേത് KP കറുപ്പൻ ആചാര ഭൂഷണം. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ കാലഗണനാ ക്രമം എഴുതുക എന്നുള്ളതാണ് ആറാമത്തെ ചോദ്യം. കറക്റ്റ് ആൻസർ സി ആണ്. 2, 3, 4, 1 ആണ്. ആദ്യം ആറ്റിങ്ങൽ ലഹള, അത് കഴിഞ്ഞ് പിന്നീട് ശ്രീരംഗപട്ടണം ഉടമ്പടി, നാലാമത്തേത് വേലുത്തമ്പി ദളവയുടെ രക്തസാക്ഷിത്വം, അത് കഴിഞ്ഞ് കുറിച്യ ലഹള. ഇതാണ് ഓർഡർ. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? സി ആണ് കറക്റ്റ് ഓപ്ഷൻ. പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിന്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എ ആണ്. എ 1 സി, 2 ഡി, 3 ബി, 4 എ ആണ്. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോറുമായി ബന്ധപ്പെട്ടതാണ്. തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. റഹനുമായി മസ്ദയാസൻ സഭ, അത് നവറോജി ഫർദോൻജി ആണ് അതുമായി ബന്ധപ്പെട്ടത്. ധർമ്മസഭ രാധാകാന്ത ദേവാണ്, നമ്മൾ പഠിച്ചതാണ്. സേവാസദൻ BM മലബാറി, അത് നമ്മൾ പഠിച്ചതാണ്. ഇതൊക്കെ നമ്മൾ ഒറ്റ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം വരുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും ഈ ലോക വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ധാരാളം ഡിഗ്രി പ്രിലിംസിന് വന്നിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകണം എന്ന് തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ചോദ്യവും വന്നിട്ടുള്ളത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി
ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. എട്ടാമത്തെ ചോദ്യമാണ്. എട്ടാമത്തെ ചോദ്യം ബിയിൽ നിന്നാണ്. എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 1ഉം 2ഉം മാത്രമാണ്. എട്ടാമത്തെ ചോദ്യം വരുന്നത് കറക്റ്റ് ആണ്. ഒൻപതാമത്, അതായത് 1ഉം 2ഉം ബോസ്റ്റൺ ടീ പാർട്ടിയും പ്രൈഡ് പർജുമാണ് എന്തിൽ വരുന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൽ വരുന്നത്. ഇത് നിങ്ങൾ ഡിഗ്രി പ്രിലിംസിന്റെ ആ ഫസ്റ്റ് ഫേസ് ക്വസ്റ്റ്യൻ 2021 ചെയ്താൽ തന്നെ ഈ ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. മുഗൾ ഭരണത്തിൽ ഖാൻ ഇ സമൻ തലവനായത്. ഒൻപതാമത്തെ ചോദ്യം അതാണ്. മുഗൾ ഭരണത്തിൽ ഖാൻ ഇ സമൻ തലവനായത് രാജ കൊട്ടാരത്തിൻ്റെതാണ്. മുഗൾ ഭരണത്തിൽ ഖാൻ ഇ സമൻ എന്ന് പറയുന്നത് തലവൻ രാജ കൊട്ടാരത്തിന്റെ തലവനെയാണ്. പത്താമത്തെ ചോദ്യം ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ കാലത്താണ്? ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഫെമിലിയർ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. അപ്പോ ഇനി നമുക്ക് അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. 11ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് റിമോട്ട് സെൻസിങ്ങിന് ആവശ്യമായത്? 11ാമത്തേത് എല്ലാം ശരിയാണ്. റിമോട്ട് സെൻസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഊർജ സ്രോതസ്സിന്റെ വികിരണം, ഊർജവും ലക്ഷ്യവുമായുള്ള പ്രതിപ്രവർത്തനം, സംപ്രേക്ഷണം, സ്വീകരണവും പ്രോസസ്സിങ്ങും, വ്യാഖ്യാനവും വിശകലനവും. 10ാം ക്ലാസ്സിലെ പാഠഭാഗത്തിൽ ഇതെല്ലാം തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് 11ാമത്തെ ചോദ്യമാണ്. 11ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് എന്നുള്ളതാണ്. ജിയോഡസി എന്നാണ് അതിന് പറയുക. ഭൂമിയുടെ അളവെടുക്കലും അതിന്റെ പ്രതിപാദനവും പഠിക്കുന്ന ശാസ്ത്രശാഖ ജിയോഡസിയാണ്. അടുത്തത് ചേരുംപടി ചേർക്കലാണ്. നന്നായി പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. ഡീപ്പായിട്ടുള്ള നോളജ് വേണം എന്നർത്ഥം. അവിടെ ചേരുംപടി ചേർക്കുക. 13ാമത്തെ ചോദ്യം. 13ാമത്തെ ചോദ്യത്തിൽ നമുക്ക് അറിയാം ഇവിടെ കറക്റ്റ് ആൻസർ എയും ബിയും സിയും ഡിയും എന്താണ്? ശരിയാണ്. ആരവല്ലി നിരകൾ ഡൽഹി മുതൽ അഹമ്മദാബാദ് വരെയാണ്. നർമ്മദ താഴ്വരം റിഫ്റ്റ് വാലിയാണ്. ഉപദ്വീപ പീഠഭൂമി 1600 കിലോമീറ്റർ കറക്റ്റ് ആണ്. കിഴക്കൻ തീരം എന്ന് പറഞ്ഞ തന്നെയാണ് കാവേരി ഡെൽറ്റ കടക്കുന്നത്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത്യാവശ്യം നന്നായി എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് പോയ ഒരാൾക്കാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളത്. പൊതുവെ ഈ ക്വസ്റ്റ്യൻസിന്റെ മുഴുവൻ സ്വഭാവം അങ്ങനെയാണ് കിടക്കുന്നത്. 14ാമത്തെ ചോദ്യം. 14ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ത്യൻ കാലാവസ്ഥയെ ബാധിക്കുന്ന ഉയർന്ന വാതക ചലന സംവിധാനം ഏതാണ് എന്നുള്ളതാണ് 14ാമത്തെ ചോദ്യം. ജെറ്റ് സ്ട്രീം ആണ്. 10ാം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുന്ന ഒരാൾക്ക്, അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വായിച്ച ഒരാൾക്ക് അത് വളരെ എളുപ്പം കിട്ടും. 15ാമത്തെ ചോദ്യം. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളുടെ ലിംഗാനുപാതം എത്രയാണ്? 15ാമത്തെ ചോദ്യം ഉത്തരം എ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ കുട്ടികളുടെ ലിംഗാനുപാതം സെൻസസ് നന്നായി പഠിച്ചു പോകേണ്ട ഒന്നാണ്. 16ാമത്തെ ചോദ്യം വളരെ ഫെമിലിയർ ആണ്. ഗുഡ്സ് ആൻഡ് ട്രെയിൻസ് നികുതി GST എന്നാണ് നിലവിൽ വന്നത്? ഒട്ടനവധി തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. GST നിലവിൽ വന്നത് 1 ജൂലൈ 2017 അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നമുക്ക് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതാണ് 17ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ RBIക്കാണ് രൂപയും പണവും നാണയങ്ങളും പുറത്തിറക്കാനുള്ള കുത്തകാവകാശം ഉള്ളത്. അതാണ് ഒന്ന്. നമുക്കറിയാം, അത് നോക്കുമ്പോൾ ഇന്ത്യയിൽ RBIക്കാണ് രൂപയും നാണയങ്ങളും പുറത്തിറക്കാനുള്ള കുത്തകാവകാശം ഉള്ളത് എന്നുള്ളത് തെറ്റാണ്. നമുക്കറിയാം തെറ്റാവാനുള്ള കാരണം അവർക്ക് മാത്രമല്ല കുത്തകാവകാശം ഉള്ളത്. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുന്നതും RBI ആണ്. അത് കറക്റ്റ് ആണ്. ഓപ്പൺ മാർക്കറ്റിലെ പ്രവർത്തനങ്ങൾ RBI ചെയ്യുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റികളുടെ വിൽപ്പനയും വാങ്ങലും മുഖേനയാണ്. അതും ശരിയാണ്. നാണ്യപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ RBI ക്യാഷ് റിസർവ് റേഷ്യോ കുറയ്ക്കുന്നു. മുകളിലത്തെ പ്രസ്താവനകൾ ഏതൊക്കെ ശരിയാണ്? ഇത് 4 RBI മാത്രമല്ല അത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വേറെ ഘടകങ്ങളുണ്ട്. അപ്പൊ നമുക്കറിയാം 17ൽ 2ഉം 3ഉം മാത്രമാണ് ശരി. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സർക്കാർ പൊതുചെലവുകളിൽ ഏറ്റവും വലിയത് എന്നുള്ളതാണ്.
നമ്മുടെ ബഡ്ജറ്റ് ആണ് നമുക്ക് ഈ സർക്കാർ പൊതുചെലവുകളെ കുറിച്ച് നമുക്കറിയാൻ പറ്റാവുന്നത്, സാധാരണക്കാരന് അറിയാൻ പറ്റാവുന്നത് ബഡ്ജറ്റുകളിലൂടെയാണ്. അവിടെ പലിശ അടവുകളാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ചിലരൊക്കെ ശമ്പളവും പെൻഷനുമാണെന്നൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കും. അല്ല, താഴെ സർക്കാരിന്റെ ഏറ്റവും ചെലവുകളിൽ ഒറ്റയ്ക്ക് ഏറ്റവും വലിയത് പലിശ അടവുകളാണ്. പലരും ഇപ്പോഴത്തെ പ്രചരണം കണ്ട അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയിലേക്ക് പോയേക്കാം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഡയറക്റ്റ് നികുതി എന്നാൽ, 19ാമത്തെ ചോദ്യം അതാണ്. ഡയറക്റ്റ് നികുതി എന്നാൽ ഇമ്പാക്ട് ഒരു വ്യക്തിയിലും ഇൻസിഡന്റ് മറ്റൊരു വ്യക്തിയിലും ആയ നികുതിയാണ്. തെറ്റാണ് ആ പ്രസ്താവന. ആ പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പരോക്ഷ നികുതി എന്നാൽ ഇമ്പാക്റ്റും ഇൻസിഡന്റും ഒരു വ്യക്തിയിൽ ആകുന്ന നികുതിയാണ്. അതും തെറ്റാണ്. പരോക്ഷ നികുതിയുടെ ഭാരം കൈമാറ്റം ചെയ്യാവുന്നതാണ്. കറക്റ്റ് ആണ്. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? 3 മാത്രമാണ് കറക്റ്റ്. ഇത് പ്രസ്താവന 3 മാത്രമാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അടുത്ത ഡിഗ്രി പ്രിലിംസിന് മുമ്പായിട്ട് ഇത് മുഴുവൻ നമ്മൾ കവർ ചെയ്യും. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ആദ്യമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം പ്രധാന ലക്ഷ്യമായി സ്വീകരിച്ചത്? 20ാമത്തെ ചോദ്യമാണ്. 20ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ 5ാം പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഇത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ആണ്. 21ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓൾ ഇന്ത്യ സർവീസിന്റെ അടിസ്ഥാന ലക്ഷ്യം അല്ലാത്തത് ഏത് എന്നാണ്. ചാടിക്കയറി ലക്ഷ്യം ആയത് ഏത് എന്നുള്ളതല്ല, അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. 21 സി ആണ്. 21ാമത്തേത് സി ആണ് കറക്റ്റ് ആൻസർ. 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. വികേന്ദ്രീകൃതമായ ഭരണത്തിന്റെ വ്യാപനം മാത്രമാണ് ഓൾ ഇന്ത്യ സർവീസിന്റെ അടിസ്ഥാന ലക്ഷ്യം അല്ലാത്തത്. മറ്റത് ലോ ആൻഡ് ഓർഡർ, നമുക്കറിയാലോ IPS ഒക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് ലോ ആൻഡ് ഓർഡർ നിലനിർത്തലുണ്ട്, ദേശീയ ഏകീകരണം, ദേശനിർമ്മാണം ഉണ്ട്, ഫെഡറൽ പോളിറ്റി നിയന്ത്രിക്കൽ, ഇതെല്ലാം അതിലുണ്ട്. വികേന്ദ്രീകൃതമായ ഭരണത്തിന്റെ വ്യാപനം അത് ഈ ഓൾ ഇന്ത്യ സർവീസിന്റെ അടിസ്ഥാന ലക്ഷ്യം അല്ല. അതായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 22ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന 2 വാചകങ്ങളിൽ ഒന്ന് അസേർഷൻ എന്നും റീസൺ ആർ എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക. 22ാമത്തെ, സർക്കാർ ജീവനക്കാർ രാഷ്ട്രീയ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരായാണ് പൊതുജനങ്ങളെ ബാധിക്കുന്ന തീരുമാനം എടുക്കാനാവൂ. രാഷ്ട്രീയ നേതാക്കൾ അംഗീകരിക്കുന്ന സർക്കാർ പദ്ധതികൾ നടപ്പിൽ വരുത്താൻ സർക്കാർ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ് എന്നുള്ള 2 എണ്ണമാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് എയും ആറും ശരിയാണ്. എയുടെ ശരിയായ വിവരണമാണ് ആർ. എയും ആറും ശരിയാണ്, പക്ഷെ എയുടെ ശരിയായ വിവരണമല്ല ആർ. അടുത്തത് എ ശരിയാണ്, പക്ഷേ ആർ തെറ്റാണ്. ബി, എ തെറ്റാണ്, പക്ഷേ ആർ ശരിയാണ് എന്നുള്ളതാണ്. ഇതിൽ 22 ബി ആണ് കറക്റ്റ് ആൻസർ. എയും ആറും ശരിയാണ്, പക്ഷേ എയുടെ ശരിയായ വിവരണമല്ല ആർ. ഓക്കെ, നമുക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വളരെ പെട്ടെന്ന് നടത്തുക എന്നുള്ളതാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ നിബന്ധനകൾ ആണ് ഇന്ത്യയിലെ ഒരു ദേശീയ പാർട്ടി ആകുവാൻ വേണ്ടത് എന്നുള്ളതാണ്. 23 കറക്റ്റ് ആൻസർ. നമുക്ക് ഇതില് ദേശീയ രാഷ്ട്രീയ പാർട്ടിയാകാൻ ലോക്സഭയിൽ ചുരുങ്ങിയത് 2% സീറ്റുകൾ വിജയിക്കുകയും ആ അംഗങ്ങൾ 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയും വേണം എന്നുള്ള ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് എന്നുള്ളതാണ്. വിവരാവകാശത്തിന്റെ പരിധിയിൽ വരുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ലോക്പാലിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ്. 25ാമത്തെ ചോദ്യം, അവിടെ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയന്ത്രിക്കുന്നത് പ്രധാനമന്ത്രിയാണ് എന്നുള്ളതാണ്. നിയമിക്കുന്നത് പ്രധാനമന്ത്രി ആണ് എന്നുള്ളതാണ് അവിടുത്തെ തെറ്റായ ഉത്തരം, ശരിയല്ലാത്തത്. ബാക്കി എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? ഇതേപോലെ തന്നെ 2021 പ്രിലിംസിന് വന്നതാണ്. നമ്മൾ ഈ ചോദ്യം ചർച്ച ചെയ്തതാണ്. അത് ജവഹർലാൽ നെഹ്റുവാണ് ഇതിൽ അല്ലാത്തത്. ബാക്കി എല്ലാവരും അതിൽ അംഗങ്ങളായിരുന്നു. ഇതേ ചോദ്യം ആളുകളുടെ പേര് മാറ്റി 2021 പ്രിലിംസിൽ വന്നിട്ടുണ്ട്. അപ്പൊ പ്രിലിംസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ ഒരു 5-6 മണിക്കൂറാണ് നമുക്ക് കണക്ട് ചെയ്യാൻ വരേണ്ടത്. ഒരു 2-3 മാർക്ക് അവിടെ തന്നെ പോലും നമുക്ക് ഉറപ്പിക്കുക. അവിടെയൊക്കെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്കുകൾ. എല്ലാവരും പറയും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ചെയ്ത് പഠിക്കരുത് എന്ന് പറയും. തെറ്റാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോഴും ഇമ്പോർട്ടന്റ് തന്നെയാണ്.
നിങ്ങൾ വളരെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഭരണഘടനയിൽ ഏത് അമെന്റ്മെന്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A കൊണ്ടുവന്നത്? നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു സീരീസ് നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് അത് കണ്ടാൽ അറിയാം. അതിൽ നിന്ന് ഏകദേശം ഒരു 60% നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതിൽ നിന്നായിരുന്നു 3 ചോദ്യങ്ങൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ചോദ്യം ഭരണഘടനയുടെ ഏത് അമെന്റ്മെന്റ് വഴിയാണ്? ഇവിടെ കറക്റ്റ് ആൻസർ 44ാമത്തെ അമെന്റ്മെന്റ് വഴിയാണ്. 44ാമത്തെ അമെന്റ്മെന്റ് വഴിയാണ് ഭരണഘടനയിൽ ആർട്ടിക്കിൾ 300A കൊണ്ടുവരുന്നത്. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടതാണ്. സ്വത്തവകാശം 19-ലായിരുന്നു, ഇത് മാറി 300A വന്നു. 28 സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതം അല്ലാത്തത് ഏത്? സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതവും നമ്മൾ ആ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അപ്പൊ അതില് ഇല്ലാത്ത ഒന്ന്, നമ്മളത് പറഞ്ഞിട്ടില്ല, ഇതിലില്ലാത്ത ഒന്നാണ് സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ പോസ്റ്റുകൾ തിരിച്ചുവിടും. ബാക്കി 3 നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് 28ന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷന്റെ പരിധിയിൽ വരുന്നത് എന്നാണ് 29ാമത്തെ ചോദ്യം. 29ാമത്തെ ചോദ്യം സി ആണ് കറക്റ്റ് ആൻസർ. സംസ്ഥാനങ്ങളിൽ സാമ്പത്തിക ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള രീതികൾ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 30ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 1949 മുന്നോട്ട് വെച്ച ആമുഖത്തിൽ ഇല്ലാതിരുന്ന സംജ്ഞ ഏതാണ്? ഒരുപാട് പ്രാവശ്യം ചോദിച്ച കാര്യമാണ്. അതിൽ സെക്കുലർ എന്നുണ്ടായിരുന്നില്ല. സെക്കുലർ നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയിൽ മതേതരത്വം എന്നുള്ള വാക്ക് കൂട്ടിച്ചേർക്കുന്നത്, സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്കും കൂട്ടിച്ചേർക്കുന്നത് പിന്നീട് 1942 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അടുത്ത ചോദ്യം നമുക്ക് പോകാം. സ്നാച്ച് എന്ന വാക്ക് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വാക്ക് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ചോദ്യം നമ്മൾ ഭരണഘടനയുടെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സ്നാച്ച് എന്ന വാക്ക് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സ്നാച്ച് എന്നുള്ള വാക്ക് ഭാരോദ്വഹനവുമായി ബന്ധപ്പെട്ടതാണ്. കറക്റ്റ് ഓപ്ഷൻ എ ആണ്. 2018 വിന്റർ ഒളിമ്പിക്സ് നടന്നത് നമ്മുടെ ജനറൽ നോളേജിൽ നമ്മൾ 2 or 3 പ്രാവശ്യം ഇത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ബി സൗത്ത് കൊറിയ ആണ്. MT വാസുദേവൻ നായരുടെ ഡേഷ് നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമല ദേവി. നമുക്കറിയാം മഞ്ഞ് വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഒരു നോവലാണ്, ചെറിയ നോവലാണ്, പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ വായിച്ചിരിക്കേണ്ട ഒരു നോവൽ കൂടിയാണ് കേട്ടോ. ഓക്കെ, മഞ്ഞൊക്കെ വായിച്ചിരിക്കണം, നിങ്ങളുടെ ഈ പ്രായത്തിൽ വായിച്ചിരിക്കേണ്ട ഒന്നാണ്. ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ ഏതാണ് എന്നാണ് ചോദ്യം. ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയത് കൊടിയേറ്റം എന്ന പടത്തിനാണ്. കൊടിയേറ്റം എന്നുള്ള പടത്തിനാണ്. നെഹ്റു ട്രോഫി, വള്ളംകളി, ഇതൊക്കെ വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ്. നെഹ്റു ട്രോഫി, വള്ളംകളി ബന്ധപ്പെട്ടിരിക്കുന്നത് പുന്നമടക്കായലാണ്. മലയാളം എഴുത്തുകാരനായ VV അയ്യപ്പന്റെ തൂലിക നാമം കോവിലനാണ്. വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. 2018 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയം വഹിച്ച രാജ്യം ഇന്തോനേഷ്യയാണ്. ഇതൊക്കെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസിൽ വരുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 38ാമത്തത് 2019 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 2019 മരക്കാർ അറബിക്കടലിന്റെ സിംഹമാണ്. കറണ്ട് അഫയേഴ്സ് ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്ന സ്ഥലം ഏതാണ്? നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് ഓസ്ട്രേലിയ ആണ്. 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. 2007 ജ്ഞാനപീഠം അവാർഡ് നേടിയ എഴുത്തുകാരൻ ആരാണ്? നമുക്കറിയാം, ജ്ഞാനപീഠം നേടിയ എല്ലാ മലയാളികളെയും അവരുടെ വർഷങ്ങളും ഓർത്തു വെക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. 2007 ജ്ഞാനപീഠം, 2017 ജ്ഞാനപീഠം അവാർഡ് നേടിയ എഴുത്തുകാരൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി എല്ലാം എനിക്ക് നോക്കണം. 2007 നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. ONV കുറിപ്പാണ്. ഞാൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്ന് പറഞ്ഞത് തെറ്റാണ്. നമ്മൾ ONV കുറിപ്പാണ് 2007 കേട്ടോ. 2007 ONV കുറിപ്പാണ്.
അതുപോലെ ഇമ്പാക്ട് പ്രിന്റർ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഇമ്പാക്ട് പ്രിന്റർ ഡോട്ട് മാട്രിക്സ് പ്രിന്റർ ആണ്. അത് വളരെ ആ ഭാഗം ഒന്ന് പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. ഇമ്പാക്ട് പ്രിന്റർ നമ്മൾ കവർ ചെയ്താത്ത ഒരു ഏരിയയാണ് നമ്മൾ കവർ ചെയ്യും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ അടുത്ത് തന്നെ കമ്പ്യൂട്ടർ കവർ ചെയ്യും. ഭരണഘടന കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഭാഗത്തേക്ക് കയറാം. ഈ വിഭാഗമൊക്കെ വളരെ പെട്ടെന്ന് മാർക്ക് നേടാൻ പറ്റാവുന്ന ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങൾ എന്തിൽ നിന്നുണ്ടായി? ടിയിൽ നിന്നുണ്ടായിരുന്നു. സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്നാൽ എന്താണ്? ആ ഭാഗം പഠിച്ചു പോയവർക്ക് വളരെ എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റാവുന്ന സോഷ്യൽ നെറ്റ്വർക്കുകൾ വഴി വളരെ വേഗം പ്രചാരം നൽകുന്ന വിധമുള്ള ഉള്ളടക്കം നിർമ്മിക്കുക, അതാണ് എന്തെന്ന് പറയുന്നത്? SEO, സമൂഹ മാധ്യമ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? ഫിഫോ ഷെഡ്യൂളിംഗ് എന്നാണ്. FIFO ഷെഡ്യൂളിംഗ് എന്നാൽ എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ്. നോൺ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല, പക്ഷെ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് അതിന്റെ ക്ലാസ്സുകൾ എടുക്കാം. അടുത്തത്, ഇതൊക്കെ വലിയ പ്രയാസമുള്ള ചോദ്യങ്ങളായിരുന്നില്ല. വ്യത്യസ്തങ്ങളായ പ്രോട്ടോകോൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം, അത് സി ആണ്. ഗേറ്റ് വേ ആണ്. സിമ്പിളായ ഒരു ചോദ്യമാണ്, അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ല. ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ആസ്തിയോ വിവരമോ ചോർത്തുന്നത് IT ആക്ടിന്റെ ഏത് സെഷനിലാണ് സൈബർ കുറ്റകൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്? അത് 65-ാം സെക്ഷൻ ആണ്. IT ആക്ട് നന്നായി പഠിച്ചു പോകണം, 1 മാർക്ക് എന്തായാലും ഉറപ്പാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അടുത്തത്, ആഗോള താപനം നിയന്ത്രിക്കുവാൻ ചെയ്യാവുന്നത് എന്നതാണ്. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചൊരു ചോദ്യമാണ്. നന്നായിട്ടൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. വനനശീകരണം കുറയ്ക്കലും ജൈവ ഇന്ധനത്തിന്റെ ഉപയോഗത്തിന്റെ കാര്യക്ഷമത കുറയ്ക്കലുമാണ് അവിടെ ആഗോള താപനം നിയന്ത്രിക്കുവാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, പുതിയ ശാസ്ത്ര സാങ്കേതിക ഇന്നൊവേഷൻ പോളിസിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇന്ത്യയുടെ മുന്നോട്ടുള്ള വളർച്ചയുടെ പാത നിർണ്ണയിക്കുന്ന പോളിസി മുഖ്യ ലക്ഷ്യം സൃഷ്ടി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായത് ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ISRO സ്ഥാപിച്ചത് 1962 ആണ് എന്നുള്ളതാണ്. നന്നായി പഠിച്ചു പോയവർക്ക് വളരെ എളുപ്പം കിട്ടാവുന്ന ചോദ്യമാണ്, കാരണം അത് തെറ്റാണ്. താഴെ പറയുന്നത് തെറ്റായത് ISRO സ്ഥാപിച്ചത് 1900. R&D പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2007 മുന്നോട്ട് വെച്ച അംബ്രല്ല പദ്ധതി ഏതാണ് എന്നാണ് ചോദ്യം. നാനോ ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. അടുത്ത പ്ലസ് പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദ്യം. കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഏതാണ് അതിന് കറക്റ്റ് ഉത്തരം. സാധാരണ ഇനി മാത്സിലെ ചോദ്യങ്ങളാണ്. അത്യാവശ്യം കിളി പോകുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിൽ പോലും നന്നായി പഠിച്ചു പോയ ഒരാൾക്ക് നന്നായി ചെയ്യാൻ പറ്റാവും. മാത്സിന്റെ സൊല്യൂഷൻസ് ഒക്കെ വിത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വഴികളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ ആൻസർ മാത്രം ചെയ്യുക എന്നുള്ളതാണ്. 51-ാമത്തേതിന്റെ ഉത്തരം 1:10 ആണ്. സാധാരണ വ്യത്യാസം 0 അല്ലാത്ത ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ 3 n സംഖ്യകളുടെ ആകെ തുക അടുത്ത n സംഖ്യകളുടെ തുകയോട് തുല്യമാണ് എങ്കിൽ ആദ്യത്തെ 2 n സംഖ്യകളുടെ ആകെ തുകകളും യുടെയും അതിനുശേഷം ഉള്ള 2 n സംഖ്യകളുടെ ആകെ തുകയുടെയും അനുപാതം എത്രയാണ് എന്നുള്ള ചോദ്യത്തിന് 52-ാമത്തെ ചോദ്യം. 800 വിദ്യാർത്ഥികളുള്ള ഒരു സ്കൂളിൽ ഓരോ വിദ്യാർത്ഥിയും 5 പത്രം വായിക്കുന്നുണ്ട്. ഓരോ പത്രവും 100 വിദ്യാർത്ഥികൾ വായിക്കുന്നുണ്ട്. പത്രങ്ങളുടെ എണ്ണം എത്ര? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ കൊണ്ടുവരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ചിട്ടാണ് ഞാനിത് ചെയ്യുള്ളൂ.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഏറ്റവും ആദ്യം കൂടുതൽ ആളുകൾ കമന്റ് ചെയ്യുന്ന മേഖല ആദ്യം ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യും. അതൊന്ന് ഉള്ളത്. 53ാമത്തെ ചോദ്യം, ഒരു സ്മാരക ട്രസ്റ്റ് നൽകിയ 10 ലക്ഷം രൂപയുടെ പലിശയിൽ നിന്നുമാണ് വിദ്യാലയത്തിലെ വാർഷിക പരീക്ഷയിൽ ആദ്യ 3 സ്ഥാനത്തെത്തുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നത്. ഈ തുക വർഷം 12% പലിശ നേടുന്നുണ്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ഥാനത്തിന് യഥാക്രമം 40,000 25,000 സ്കോളർഷിപ്പ് നൽകുന്നു. എങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് എത്ര എന്ന് കണ്ടെത്തുക. കറക്റ്റ് ആൻസർ 55,000 ആണ്. വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. ഒരു നഗരത്തിലെ 80% ആൾക്കാർക്കും ഒരു കണ്ണിൽ പാടുണ്ട്, 80% ആൾക്കാർക്ക് ചെവിയിൽ പാടുണ്ട്, 75% ആൾക്കാർക്ക് ഒരു കയ്യിലും ഒരു കാലിലും, X% ആൾക്കാർക്ക് എല്ലാ 4 അവയവങ്ങളിലും പാടുണ്ട്. എക്സിന്റെ ഏറ്റവും കുറഞ്ഞ മൂല്യം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. 54ാമത്തെ ചോദ്യം. അത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, പിന്നീട് നമുക്ക് നോക്കാം. എനിക്കൊരു സംശയമുണ്ട്, നമുക്ക് പിന്നീട് നോക്കാം, ചെയ്ത് നോക്കിയതിനു ശേഷം പറയാം. പെട്ടെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. 55C, ഒരു ഹൗസിംഗ് സൊസൈറ്റിയിൽ 2750 ആൾക്കാരിൽ ഒരാൾക്ക് ഒരു ദിവസം 1000 ലിറ്റർ വെള്ളം വീതം വേണ്ടിവരും. ഒരു കുഴൽ ആകൃതിയിലുള്ള ഒരു ജലസംഭരണിയുടെ ഉയരം 7 മീറ്ററും വ്യത്യാസം 10 മീറ്ററും ആണെങ്കിൽ അതിലെ ജലം എത്ര നാളത്തേക്ക് വേണ്ടിവരും എന്നുള്ളതാണ് ചോദ്യം. 2 ദിവസത്തേക്കാണ് വേണ്ടിവരിക. കറക്റ്റ് ആൻസർ 2 ദിവസമാണ്. 8 മീറ്റർ പെർ സെക്കൻഡ് ഒരു കള്ളൻ നേർരേഖയിലുള്ള റോഡിൽ ഓടുന്നു. ഒരു പോലീസുകാരൻ 10 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്ന ജീപ്പിൽ കള്ളനെ പിന്തുടരുന്നു. ഈ നിമിഷത്തിൽ ജീപ്പിനും മോട്ടോർ സൈക്കിളിനും ഇടയിലുള്ള ദൂരം 50 മീറ്റർ ആണെങ്കിൽ എത്ര നേരം കൊണ്ട് പോലീസുകാരൻ കള്ളനെ പിടിക്കും എന്നുള്ളതാണ് ചോദ്യം. കുറച്ച് കൊടുക്കുന്നതാണെങ്കിലും അത്യാവശ്യം കണക്കറിയാവുന്ന ഒരാൾക്ക് ഡയഗ്രാം ഒക്കെ വരച്ചാൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. 25 സെക്കൻഡ് ആണ് കറക്റ്റ് ആൻസർ. 25 സെക്കൻഡ്. ചോദ്യത്തിലേക്ക് പോകാം. ഒരു തേയില കച്ചവടക്കാരൻ 2 ഇനം തേയിലകൾ 5:4 അനുപാതത്തിൽ യോജിച്ചു. ആദ്യ ഇനം തേയിലയ്ക്ക് 2000 രൂപയും രണ്ടാമത്തെ ഇനം കിലോയ്ക്ക് 300 രൂപയും വിലയാണ്. തേയില യോജിപ്പിച്ച് വിൽക്കുന്നത് കിലോയ്ക്ക് 250 രൂപയ്ക്കാണ്. എങ്കിൽ ലാഭത്തിന്റെയോ നഷ്ടത്തിന്റെയോ ശതമാനം കണക്കാക്കുക എന്നുള്ള ചോദ്യമാണ്. 57ാമത്തെ ചോദ്യം. 22.7% ലാഭം എന്നാണ് കറക്റ്റ് ആൻസർ. ഒരു മുറിയുടെ തറയുടെ നീളവും വീതിയും യഥാക്രമം 7.5 മീറ്ററും 2 മീറ്ററും ആണ്. 1/16 മീറ്റർ സ്ക്വയർ ഉള്ള 40 ടൈൽസ് ഉപയോഗിച്ച് തറ ഭാഗികമായി മൂടി. ടൈൽസ് ഉള്ളതും ഇല്ലാത്തതുമായ തറയുടെ അനുപാതം എത്രയാണ്? അത് ഡി ആണ്, 1:5 എന്നാണ് കറക്റ്റ് ആൻസർ. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെ ശരാശരി മാർക്ക് 62ഉം പെൺകുട്ടികളുടെ മാർക്ക് 52ഉമാണ്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ശരാശരി മാർക്ക് 60 ആണെങ്കിൽ ആ ക്ലാസ്സിൽ ആൺകുട്ടികൾക്ക് എത്ര ശതമാനം മാർക്ക് ഉണ്ട് എന്നാണ് ചോദ്യം. 80 എന്നാണ് ഉത്തരം. അതിന്റെ കറക്റ്റ് ആൻസർ. 3 സ്ത്രീകൾക്കും 6 പുരുഷന്മാർക്കും കൂടി ഒരു എംബ്രോയിഡറി ജോലി 5 ദിവസം കൊണ്ട് തീർക്കുവാനാകും. അതുപോലെ 4 സ്ത്രീകൾക്കും 7 പുരുഷന്മാർക്കും കൂടി 4 ദിവസം കൊണ്ട് തീർക്കുവാനാകും. എന്നാൽ ഒരു സ്ത്രീ മാത്രം ജോലി ചെയ്താലും പുരുഷൻ മാത്രം ജോലി ചെയ്താലും ജോലി തീർക്കാൻ എടുക്കുന്ന ദിവസം യഥാക്രമം എത്രയാണ് എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ 30-60. അത് ഡി ആണ് ആൻസർ. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിൽ 34-ന് ശേഷം വരുന്ന അക്കം ഏത് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ആൻസർ 43 ആണ് ശ്രേണിയിൽ അടുത്ത് വരുന്ന അക്കം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന സമവാക്യങ്ങളിൽ ഏത് 2 ചിഹ്നങ്ങൾ പരസ്പരം മാറ്റിയാൽ സമവാക്യം ശരിയാകും എന്നാണ് ചോദ്യം. ഇവിടെ ബി ആണ്, ഹരണവും പ്ലസും പരസ്പരം മാറ്റിയാലാണ് ശരിയാവുക. സോനു തെക്കോട്ട് നടക്കാൻ തുടങ്ങി. 25 മീറ്റർ നടന്നതിന് ശേഷം വടക്കോട്ട് തിരിഞ്ഞ്, 30 മീറ്റർ നടന്നതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് 20 മീറ്റർ നടന്നു. പിന്നെ തെക്കോട്ട് തിരിഞ്ഞ് 5 മീറ്റർ നടന്നു. ഇപ്പോൾ സോനു തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര ദൂരത്തിലും ഏത് ദിശയിലുമാണ് എന്നുള്ളതാണ് ചോദ്യം. 63ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ 20 മീറ്റർ കിഴക്കാണ്. താഴെ കൊടുത്തിരിക്കുന്ന ശ്രേണിയിൽ ചേരാത്ത അക്കം ഏതാണ്? ഈ ചോദ്യം പെട്ടെന്ന് റീഡ് ചെയ്യുന്നവര് ഇതിലെ ശ്രേണിയുടെ രീതി ഏതാണെന്ന് ചോദിച്ച് തുടങ്ങും. അവര് 388 വരുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. 388 അവർക്ക് ചെയ്താൽ കിട്ടുക. ഈ ശ്രേണിയിൽ വേറിട്ട് നിൽക്കുന്നത് 388 ആണ്. 388 അവിടെ തെറ്റാണ്. അവിടെ ചേരാത്തത് ഒരു ശ്രേണിയാണ്. അതിൽ ചേരാത്ത അക്കം ഏതാണ്? 388 ആണ്. പക്ഷെ ചിലപ്പോൾ സമയം പോകും ഇത് ശ്രേണി ഏതാണെന്ന് നോക്കിയിട്ട്. ഒരു ഘടികാരത്തിലെ 1, 2, 3, 7 ചേർത്തൊരു ത്രികോണം നിർമ്മിച്ചു. ഈ ത്രികോണത്തിലെ 3 കോണുകൾ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം.
മൂന്ന് കോണുകൾ 65 ഡി ആണ്. 60, 45, 75 ആണ് കറക്റ്റ് ആൻസർ. 66-ാമത്തെ ചോദ്യം 876, 876, 88, 77 ഇതൊരു ടേബിൾ ആണ്. ഈ ടേബിളിൽ ഇവിടെ വരുന്ന സംഖ്യനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 87 ആണ് അവിടെ വരിക. നമുക്ക് മാത്സ് വിശദമായി ചെയ്യാം. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഹാൻഡ് എന്നത് 27ഉം വർക്ക് എന്നത് 67ഉം എഴുതാം. എങ്ങനെയാണെങ്കിൽ ബോട്ട് എന്ന് എങ്ങനെ എഴുതാം എന്നതാണ് 38ആണ്. ഫോബിയുടെ അമ്മായിയമ്മ റേച്ചൽ ആണ്. ഫോബി റാസിന്റെ നേതൃത്വനാണ്. ചാൻഡ്ലർ ജോയിയുടെ അച്ഛനും റോസിന്റെ ഒരേ ഒരു സഹോദരനുമാണ്. എങ്കിൽ എന്ത് ബന്ധമാണ് റേച്ചലിന് റോസിനോടുള്ളത്? 68-ാമത്തെ ചോദ്യത്തിന് ഉത്തരം അമ്മ എന്നുള്ളതാണ്. ഒരു ലീപ്പ് വർഷത്തിൽ 53 ചൊവ്വയോ 53 ബുധനോ ഉണ്ടാകാനുള്ള സാധ്യത ഏതാണ് എന്നാണ്? 3/7 എന്നാണ്. 70-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഇവിടെ ഏതാ വരിക എന്നുള്ളതാണ്. 70-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ 227 എന്നുള്ളതാണ്. അടുത്ത ആൻസർ ഷീറ്റിലേക്ക് പോവാം. നമുക്ക് 71-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 71-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 71-ാമത്തെ ചോദ്യം ഇംഗ്ലീഷ് ആണ്. റിസപ്ഷനിസ്റ്റ് അവിടെ interview resume Monday. Please bring a copy of your resume today itself. Identify the parts of speech of the underlined word respectively എന്നുള്ളതാണ്. None of these ആണ്. The student of our school that given a challenging task yesterday. അതിന്റെ ആൻസർ were എന്നുള്ളതാണ്. I have a terrible headache. Now as I could not sleep last night. Choose the suitable article ആണ്. A ആണ്. I have a terrible headache ആണ്. അടുത്തത് equanimity is one of the qualities desirable for a successful life. ഇതിന് അതേ അർത്ഥമുള്ള മറ്റൊരു വാക്ക് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. calmness എന്നാണ്. 75-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 75-ാമത്തെ ചോദ്യം John was exculpated after a thorough investigation എന്നുള്ളതാണ്. അതിന് തുല്യമായ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്കാണ് ചോദിച്ചിട്ടുള്ളത്. None of these ആണ്. Several old buildings were pulled to construct new one before the Olympics. 76-ാമത്തെ ചോദ്യം അവിടെ പുൾഡിന് ശേഷം ഫ്രാസൽ വെർബ് ആണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ പുൾഡിന് ശേഷം പുൾഡ് ഡൗൺ ആണ്. പുൾഡ് ഡൗൺ ടു കൺസ്ട്രക്ട് ന്യൂ വൺസ് ബിഫോർ ആണ്. 76. അടുത്തത് 77-ാമത്തെ ചോദ്യമാണ് ടൈഗർ, ടൈഗ്രസ്, ഡ്രേക്ക്, ഡക്ക്. അപ്പൊ റാമിന്റേതാണ്. റാമിന്റെ അതാണ് ചോദിച്ചിട്ടുള്ളത്. അത് നൺ ഓഫ് ദീസ് അല്ല. ഇവിടെ ഈവ് വന്നിട്ടുണ്ട്. ഓക്കെ, 77 ഈവ് വന്നിട്ടുണ്ട്. സെലക്ട് ദ റോങ്ലി സ്പെൽറ്റ് വേർഡ്സ് ഫ്രം ദ ഫോളോയിങ്. ഇക്വിലിബ്രിയം, സാക്രിലീജിയസ് രണ്ടെണ്ണത്തിനാണ് തന്നിട്ടുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള സ്പെൽറ്റ് ആയിട്ടുള്ള വേർഡാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ വന്നിട്ടുള്ളത് 78 ഡി ആണ്. നെയ്തർ ആണ്. രണ്ടും തെറ്റാണ്. He is a man who is too ready to believe thing. Replace the underlined part without changing the meaning. അതാണ് ചോദിച്ചിട്ടുള്ളത്. 79-ാമത്തെ ചോദ്യം. 79-ാമത്തെ ചോദ്യവും none of these ആണ്. ഇത് തന്നിട്ടില്ല. ഈ ക്രെഡിബിൾ ഒന്നും പറ്റില്ല. അടുത്തത് had he been inoculated, effect of the disease dash milder on him. 80-ാമത്തെ ചോദ്യമാണ്. സി ആണ്. would have been ആണ് വരിക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അവർ സ്റ്റുഡൻസ് ഹാവ് ജസ്റ്റ് ഹാഡ് ദെയർ ഡിന്നർ. അവിടെ നമുക്കറിയാം, കാണുമ്പോൾ തന്നെ അറിയാം അവിടെ ഏത് പാർട്ടിലാണ്. 81-ാമത്തെ ചോദ്യം അവർ സ്റ്റുഡന്റ് ഇതില് കറക്റ്റ് ആൻസർ ഡി ആണ്. ദിസ് ഈസ് എ കറക്റ്റ് ആൻസർ അല്ലെ? ഓക്കെ, 82-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 82-ാമത്തെ ചോദ്യം അല്ല, അവിടെ ഹാവ് വേണ്ടട്ടോ. അവിടെ ഹാവ് വേണ്ട 81-ൽ. അതുകൊണ്ട് അവിടെ ആൻസർ അവിടെ അവർ സ്റ്റുഡൻസ് ജസ്റ്റ് ഹാഡ് ദെയർ ഡിന്നർ എന്ന് പറഞ്ഞാലും മതി. അതുകൊണ്ട് അവിടെ ഡി ആണ് ആൻസർ. ഹി സ്കേഴ്സ്ലി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്സ്. ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് തന്നിട്ടുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദ്യം. അവിടെ ബി ആണ്. ഹാസ് ഹി ആണ്. കാരണം സ്കാഴ്സ്ലി വന്നുകൊണ്ട് പിന്നെ നോട്ട് വേണ്ട. ജോൺ ഡാഷ് ഡൗൺ ഓൺ ദ ബെഡ് ഫോർ എ ഷോർട്ട് ടൈം ആഫ്റ്റർ ലഞ്ച്. 83-ാമത്തെ ചോദ്യം കറക്റ്റ് ആൻസർ ലേ ആണ്.
ലേവുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ നമുക്ക് ചെയ്യേണ്ടതുണ്ടല്ലോ ഒരു ക്ലാസ്. ഹെലൻ ഈസ് ദാറ്റ് സാൾട്ട് ഓഫ് ദ എർത്ത് മീൻസ് ഹെലൻ ഈസ് വെരി, അല്ലെ, ഒരു പഴഞ്ചൊല്ലാണ് അല്ലെ. 84-ാമത്തേത് ഓണസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ചൂസ് അനദർ അഡ്ജക്റ്റീവ് ഡിറൈവ്ഡ് ഫ്രം പ്യുവർ. 85-ാമത്തെ ചോദ്യം ഇംപ്യുവർ ആണ്, അൺപ്യുവർ എന്നുള്ളൊരു വാക്ക് ഇല്ല. ജോൺ ബിക്കെയിം ദി ഫാക്ടർ റൂൾ ഓഫ് ഇംഗ്ലണ്ട് എന്നാണ് അടുത്ത ചോദ്യം. അതിന്റെ ആൻസർ എ ആണ്, ആക്ച്വൽ. ദിസ് മെഡിസിൻ വാസ് proscribed 2 years ago. The underlined word means. 87-ാമത്തെ ചോദ്യം. 87-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം forbidden എന്നാണ്. Please insist dash the bill when you make purchase in the supermarket. Choose the suitable preposition ആണ്. 88-ാമത്തേത് none of these ആണ്. 89 all schools dash today in preparation of tomorrow's reopening. Choose the most suitable among the following ആണ് ചോദിച്ചിട്ടുള്ളത്. 89-ൽ are being disinfected ആണ്. Any direct speech, Helen, when will you arrive here tomorrow? John said. Indirect speech, John asked Helen when dash the next day എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 90-ാമത്തെ ചോദ്യമാണ്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് she would arrive എന്നാണ്. John asked Helen when she would arrive the next day എന്നുള്ളതാണ്. അടുത്ത ചോദ്യം മലയാളമാണ്. താഴെ തന്നിട്ടുള്ള വാക്യങ്ങളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മലയാളത്തിൽ ബി ആണ്, 2, 3 ശരിയാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ്. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെ വ്യർത്ഥമാണ്. കണ്ടോ, അവിടെ വെറുതെ വന്നിട്ടുണ്ട്. കരുണയില്ലാത്ത വെറുതെയുള്ള പെരുമാറ്റം വ്യർത്ഥമാണ്. വ്യർത്ഥവും വെറുതെയും, അത് ഇതാണ് ഈ കറക്ഷൻ ഓഫ് സെന്റൻസസ്. വളരെ പ്രധാനപ്പെട്ടതാണ്. കുറെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം കിട്ടാവുന്ന ഒന്നേ ഉള്ളൂ. മലയാളവും നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ വിശദമായി പഠിക്കാം. 92 തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാം? 92-ൽ നമ്മൾക്ക് തെറ്റില്ലാത്ത പദം എന്ന് പറയുന്നത് ക്രീഡയും കാഠിന്യവുമാണ്. മറ്റോടത്തൊക്കെ തെറ്റുണ്ട് അല്ലെ. അപ്പൊ ക്രീഡയും കാഠിന്യവുമാണ് കറക്റ്റ് ആൻസർ. അതുകൊണ്ട് 92-ൽ സി ആണ് കറക്റ്റ് ആൻസർ. 2, 3 എന്നിവയാണ്. ഇനി പിരിച്ചെഴുതാനാണ് തന്നിട്ടുള്ളത്. പിരിച്ചെഴുതാൻ തന്നിട്ടുള്ളത് ചലച്ചിത്രം. വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല മലയാളം എന്നാണ് എനിക്ക് തോന്നുന്നത്. 93 ചലച്ചിത്രം എന്നുള്ളതാണ്. 93-ല് ചലച്ചിത്രം. നോക്കൂ, അവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 4 ഓപ്ഷനിൽ നിന്ന് ഏതെല്ലാമാണ് ശരി എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അതിൽ ചലത് പ്ലസ് ചിത്രം മാത്രമാണ് അവിടെ കറക്റ്റ് ഓപ്ഷൻ. അതുകൊണ്ട് 93 ചലത് പ്ലസ് ചിത്രമാണ്. അപ്പൊ 1 മാത്രം വരുന്നത് ബിയിലാണ്. ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ചോദ്യം, തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. വളരെ സിമ്പിളായ ഒരു പഴഞ്ചൊല്ലാണ്. അത് 2 മാത്രമാണ് ശരി. ദാനത്തിന്റെ മാഹാത്മ്യമാണ് അത് അർത്ഥമാക്കുന്നത്. അടുത്തത് 95 താഴെ കൊടുത്തവയിൽ കഠിനം എന്ന പദത്തിന് വിപരീതമായി വരാവുന്നതവാ അത് ലളിതം എന്നുള്ളതാണ്. കഠിനം ലളിതമാണ്. അതുകൊണ്ട് തന്നെ ലളിതം കറക്റ്റ് ആൻസർ ആണ്. അതുപോലെ തന്നെ വിപരീതമായി വരുന്നതാണ്. കണ്ടോ, എനിക്ക് തന്നെ തെറ്റി, അവിടെ ശ്രദ്ധിക്കണം. വിപരീതമായി വരുന്നതാണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ വിപരീതമായി വരുന്നതാണ് ചോദിച്ചത്. കഠിനത്തിന്റെ വിപരീതമാണ് ലളിതം എന്ന് നമുക്ക് തോന്നാം അല്ലെ. അത് ലളിതം എന്ന് പറയുമ്പോ ശരിയാണ്. മൃദു എന്നും പറയുന്നത് ശരിയാണ്. 2 ഉത്തരങ്ങൾ അവിടെ കറക്റ്റ് ആണ്. അതുകൊണ്ട് 1, 2 1, 2 എന്നിവയാണ് ശരി. കർക്കശവും ദൃഢവും അവിടെ എന്തല്ല, അതിന് സമാനമായ അർത്ഥമാണ് വരുന്നത്. കടൽ പര്യായ പദമല്ലാത്തത്. കടൽ എന്നുള്ളത് പര്യായ പദം അല്ലാത്തത്. കടലിന്റെ പര്യായ പദം അല്ലാത്തത് ഇവിടെ ഏത് മാത്രമാണ്? നിന്നക മാത്രമാണ്. ബാക്കി എല്ലാം തന്നെ കടലിന്റെ പര്യായ പദങ്ങളാണ്. അടുത്തത് ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന് കൊടുക്കാവുന്ന മലയാള ശൈലികൾ ഏതെല്ലാം? അത് ഉരുളയ്ക്ക് ഉപ്പേരി, അതുപോലെ തന്നെ പകരത്തിന് പകരം. അതുകൊണ്ട് 1ഉം 2ഉം അവിടെ ശരിയാണ്. അവിടെ ശരിയായിട്ടുള്ളത് 1ഉം 2ഉം അവിടെ ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഗൃഹി എന്ന പദത്തിന്റെ സ്ത്രീലിംഗമായി വരാവുന്നവ എന്നാണ് 98-ാമത്തെ ചോദ്യം. അത് ഗൃഹിണി ആണ്, വേറെ ആരുമല്ല, വേറൊന്നും പറ്റില്ല. കാറ്റ് വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല. ഇതിന്റെ ഘടകപദം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാറ്റ് വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല. ഇതിന്റെ ഘടകപദം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബി ആണ്.
ഡി ആണ് കറക്റ്റ് ആൻസർ. 2 മാത്രം ആണ് ഇവിടെ ശരി എങ്കിലും എന്നുള്ളതാണ് ഇതിലെ ഘടകപദം. ഓക്കെ, ഘടകപദം എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. സൃഷ്ടി നടത്തുന്നവൻ ഒറ്റപ്പദമാക്കുമ്പോൾ താഴെ പറയുന്നവയിൽ യോജിക്കാവുന്നത് ഏതാണ് എന്നാണ്. അത് സ്രഷ്ടാവാണ് കറക്റ്റ് ആൻസർ. അതുകൊണ്ട് ഡി 1 മാത്രമാണ് ശരി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വീണ്ടും നമുക്ക് കാണാം. വിൻഡോ എജുവിന് ഡിഗ്രി പ്രിലിംസ് ഒക്കെ ഡിഗ്രി പ്രിലിംസിന് അതുപോലെ തന്നെ ഡിഗ്രി SSLC അതുപോലെ തന്നെ +2 ലെവൽ ക്ലാസ്സുകൾക്കൊക്കെ തന്നെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മൾ ഇത് ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിപ്പോ യൂട്യൂബ് ഒന്നും ഗൗരവമായി നോക്കിയിട്ട് അടുത്ത കാലങ്ങളിൽ മാത്രമാണ്. കഴിഞ്ഞ 3 മാസമായി നമ്മൾ യൂട്യൂബ് നോക്കുന്നുണ്ട്. നമ്മളെടുത്ത യൂട്യൂബ് ക്ലാസ്സിൽ നിന്ന് കറണ്ട് അഫയേഴ്സും ഭരണഘടനയുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ നിന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ തന്നെ കിട്ടാവുന്ന സാധ്യത ഉണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കാണുക. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.